റെഡ് ഫോർട്ട് സന്ദർശനത്തിനു ശേഷം സമീപമുള്ള മെട്രോ സ്റ്റേഷനിൽ നിന്നും JLN സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിലേക്കുള്ള ട്രെയിനിൽ ഞങ്ങൾ കയറി. ഹുമയൂണിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് ഏറ്റവും അടുത്തായുള്ള മെട്രോ സ്റ്റേഷൻ അതാണ്. അവിടെ നിന്നും 2 കിലോമീറ്ററുകൾ നടന്ന് ഞങ്ങൾ ആ ശവകുടീര സമുച്ചയത്തിൻ്റെ കവാടത്തിൽ എത്തിച്ചേർന്നു. ടിക്കറ്റ് കൗണ്ടറിന് സമീപം ബാഗുകൾ ഏൽപ്പിച്ച് ടിക്കറ്റുമെടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് നടക്കാൻ തുടങ്ങി. ബുഹാലിമ കവാടം എന്നറിയപ്പെടുന്ന ഈ കവാടത്തിലൂടെയാണ് അകത്തേക്ക് കയറേണ്ടത്. ബുഹാലിമ ഉദ്യാനത്തിൽ ബുഹാലിമയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നുണ്ട്. എങ്കിലും ബുഹാലിമ എന്ന വ്യക്തിയെക്കുറിച്ച് വലിയ അറിവുകൾ ഒന്നും തന്നെ ലഭ്യമല്ല. ബുഹാലിമ കവാടത്തിലൂടെ കിഴക്കോട്ട് കടക്കുമ്പോൾ വലതുവശത്തായി അറബ് സെറായ് കവാടം കാണാൻ കഴിയും. ഈ കവാടത്തിനുള്ളിലെ ഭാഗം അറബ് സെറായ് എന്ന് അറിയപ്പെടുന്നു. ഹുമയൂണിൻ്റെ ശവകുടീര നിർമ്മാണത്തിനായി പേർഷ്യയിൽ നിന്നെത്തിയ ശില്പികൾ അറബ് സെറായിലാണ് വസിച്ചിരുന്നത്. ഇന്ത്യയിലെ 2ാമത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ഹുമയൂണിൻ്റെ ശവകുടീരമാണ് ഹുമയൂൺസ് ടോംബ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു വലിയ പൂന്തോട്ടത്തിൻ്റെ മധ്യത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യ ഉദ്യാന ശവകുടീരവും ഇതുതന്നെയാണ്. തൻ്റെ കൊട്ടാരത്തിൻ്റെ മിനുസമുള്ള പടികളിൽ നിന്ന് വഴുതി വീണ് 49ാം വയസ്സിൽ 1556 ഹുമയൂൺ ചക്രവർത്തി മരണപ്പെട്ടു. ഹുമയൂണിൻ്റെ മരണത്തിന് 14 വർഷങ്ങൾക്കു ശേഷം അദ്ദേഹത്തിൻ്റെ വിധവയായ ഹാജി ബീഗം ആണ് ഈ ശവകുടീരം പണി കഴിപ്പിച്ചത്. പേർഷ്യൻ ശില്പിയായ മിറാഖ് മിർസ ഖിയാത്തും അദ്ദേഹത്തിൻ്റെ മകൻ സയ്യദ് മുഹമ്മദും ആയിരുന്നു ഈ ഉദ്യാന ശവകുടീരം രൂപകൽപ്പന ചെയ്തത്. വിശാലമായ ഒരു ചഹാർ ബാഗിൻ്റെ മധ്യത്തിലാണ് ഈ ശവകുടീരത്തിലെ പ്രധാന കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. ഹഷ്ട് ബിഹിഷ്ട് എന്നറിയപ്പെടുന്ന കെട്ടിട നിർമ്മാണ ശൈലിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 8 പറുദീസകൾ എന്നാണ് ഹഷ്ട് ബിഹിഷ്ട് എന്ന വാക്കിന് അർത്ഥം. മധ്യത്തിൽ വിശാലമായ ഒരു മുറിയും അതിനു ചുറ്റുമായി 8 മുറികളും അടങ്ങുന്നതാണ് ഈ രൂപകൽപ്പന. 8 കവാടങ്ങളും 8 ഇടങ്ങളുമുള്ള സ്വർഗത്തെക്കുറിച്ചുള്ള ഇസ്ലാമിക സങ്കല്പവുമായി ഹഷ്ട് ബിഹിഷ്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. താജ്മഹലിൻ്റെ രൂപകൽപ്പന ഈ കെട്ടിടത്തോട് വളരെയേറെ സാദൃശ്യമുള്ളതാണ്. പ്രധാന കെട്ടിടത്തിൻ്റെ മധ്യഭാഗത്തുള്ള വിശാലമായ തളത്തിൽ ഹുമയൂണിൻ്റെ കല്ലറ സ്ഥിതി ചെയ്യുന്നു. ഈ കെട്ടിടത്തിൻ്റെ ചുറ്റുമായുള്ള മുറികളിൽ മറ്റ് മുഗൾ കുടുംബാംഗങ്ങളുടെ കല്ലറകൾ കാണാൻ കഴിയും. ഹുമയൂണിൻ്റെ ഭാര്യയായ ഹാജി ബീഗം, ഷാജഹാൻ്റെ പുത്രനായ ദാരാ ഷിക്കോ, ചക്രവർത്തിമാരായ ജഹന്തർ ഷാ, ഫാറൂഖ് സിയാർ, റഫി ഉൾ ദർജത്ത്, ആലംഗീർ രണ്ടാമൻ എന്നിവരുടെ കല്ലറകൾക്ക് പുറമെ മറ്റ് അനവധി കല്ലറകളും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ശവകുടീരം മുഗളരുടെ കിടപ്പിടം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഹുമയൂൺ ശവകുടീര സമുച്ചയത്തിൽ പ്രധാന കെട്ടിടത്തിനു ചുറ്റുമായുള്ള ചഹാർബാഗ് ഉദ്യാനത്തിൻ്റെ തെക്കുകിഴക്കേ മൂലയിൽ ഒരു ചെറിയ ശവകുടീര മന്ദിരം ഉണ്ട്. ഇത് ബാബറുടെ ശവകുടീരം എന്ന പേരിൽ അറിയപ്പെടുന്നു. 16ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാണ് ഇതും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും കല്ലറകളാണ് ഇതിനകത്ത് ഉള്ളത്. ഹുമയൂണിൻ്റെ ശവകുടീര സമുച്ചയത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ശവകുടീരമാണ് നീല ഗുംബാദ്. ഇവിടെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് ആരാണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായ അറിവുകൾ ലഭ്യമല്ല. ജഹാംഗീറിൻ്റെ ഭരണകാലത്ത് മുഗൾ പ്രഭുവിൻ്റെ പരിചാരകനെ ഇവിടെ അടക്കം ചെയ്തതാണെന്ന് ചിലർ അവകാശപ്പെടുന്നു. എന്നാൽ ഹുമയൂണിൻ്റെ ശവകുടീരം നിർമ്മിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ഈ ശവകുടീരം ഇവിടെ നിലനിന്നിരുന്നു എന്ന് മറ്റൊരു അവകാശവാദവും നിലവിലുണ്ട്. ഹുമയൂൺ ശവകുടീരത്തിലെ അനുബന്ധ സ്മാരകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈസാ ഖാൻ്റെ ശവകുടീരം. ഷേർഷാ സൂരിയുടെ രാജസഭയിലെ ഒരു പ്രഭുവായിരുന്നു ഈസാ ഖാൻ നിയാസി. പൊളിഞ്ഞ കവാടവും ചുറ്റ് മതിലോട് കൂടിയതുമായ അഷ്ടഭുജാകൃതിയിലുള്ള ഒരു കെട്ടിടമാണ് ഈസാ ഖാൻ്റെ ശവകുടീരം. കുടീരം സ്ഥിതി ചെയ്യുന്ന വളപ്പിൽ പടിഞ്ഞാറ് വശത്തായി ഒരു നമസ്കാര പള്ളിയും ഉണ്ട്. 1547 പണിതീർത്ത ഈ കുടീരം ഹുമയൂണിൻ്റെ ശവകുടീരത്തേക്കാൾ 20 വർഷങ്ങൾ പഴക്കം ഏറിയതാണ്. അപ്സർവാല ശവകുടീരം എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥരുടെ ശവകുടീരം, ക്ഷുരകൻ്റെ ശവകുടീരം തുടങ്ങിയവ ഈ സമുച്ചയത്തിലെ അനുബന്ധ കെട്ടിടങ്ങളാണ്. മുഗൾ രാജവംശത്തിൻ്റെ നെക്രോപോളിസ് എന്നറിയപ്പെടുന്ന ഹുമയൂൺ ശവകുടീര സമുച്ചയ സന്ദർശനം പൂർത്തിയാക്കി
ഒരു ബസ്സിൽ കയറി ഞങ്ങൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. അവിടെ എത്തുമ്പോൾ ശക്തമായ മണൽക്കാറ്റ് വീശുന്നു. കാറ്റിനൊപ്പം ആലിപ്പഴം വീഴുന്നു. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. यात्री